ഹലോ ഫ്രണ്ട്സ്, ഈ കാണുന്ന വാട്ടർ ടാങ്കിന് ഒരു പുത്തൻ ഇരിപ്പിടമുണ്ടാക്കി അതിൽ സ്ഥാപിക്കുന്നതാണ് ഇന്നത്തെ വർക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഫ്ലഷ് ടാങ്ക് ഫിറ്റിംഗ് വർക്കിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വെൽഡിംഗ് വർക്കുകളും നമ്മൾ പൂർണ്ണമായും തീർത്തിരുന്നു. ഇന്ന് നമ്മൾ ബാക്കി വന്ന ഫ്ലഷ് ടാങ്കിൻ്റെ വർക്കുകൾ തീർത്തതിന് ശേഷം ഇതിനെ ഒന്ന് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയം പ്ലംബിംഗ് വർക്കിന് ആവശ്യം വന്നപ്പോൾ പെയിൻറ്റിംഗ് വർക്ക് വല്ലാതെ വൈകിപ്പോയി. എങ്കിലും ഞങ്ങളിത് തീർക്കാതെ മടങ്ങില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ വിശക്കുന്ന വാറിനോട് അല്പനേരം കൂടിയും കാത്തിരിക്കാൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് തന്നെ. ബ്രഷ് ഉപയോഗിച്ചുള്ള പെയിൻറ്റിംഗ് ഭംഗിക്കുറവും സമയക്കൂടുതലും ഉണ്ടാവുമെന്ന് ക്ലയൻറ്റിനെ ധരിപ്പിച്ച് പോർട്ടബിൾ സ്പ്രേ ഗൺ ഉപയോഗിച്ച് വർക്ക് നമ്മൾ അങ്ങ് ഫിനിഷ് ചെയ്തു. ഇന്ന് മറ്റൊരു വർക്കൊന്നുമില്ല, നേരെ വീട്ടിലേക്ക്. ഇനിയും വൈകിയാൽ ഉച്ചഭക്ഷണത്തിന്റെ പേര് മാറ്റേണ്ടി വരും. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് എടുക്കുന്ന വർക്കേഴ്സിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അവർക്ക് സമയത്തിന് ഭക്ഷണമോ ഫാമിലിയോടുള്ള സമയം സ്പെൻഡ് ചെയ്യാനോ കഴിയാറില്ല. ഈ കാണുന്ന സ്ഥലത്താണ് ഇത് സ്ഥാപിക്കേണ്ടത്. അത് പിന്നീട് ഒരു ദിവസം വന്ന് ചെയ്യുന്നതായിരിക്കും. ഇത് പഞ്ചായത്തിന്റെ ജലനിധി പദ്ധതിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇവിടെ അലക്കാനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു അലക്ക് കല്ല് സ്ഥാപിക്കുന്നതിന്റെ പേരിൽ അവിടെ സ്റ്റോർ ചെയ്യാനുള്ള വാട്ടർ ടാങ്കാണ്. ഇതിന് മുകളിൽ മറ്റൊരു ടാങ്ക് കൂടെ സ്ഥാപിക്കുന്നതാണ്. ഇവിടെ കിണറിൽ നിന്നും പമ്പ് ചെയ്യുന്ന ഒരു മെയിൻ ടാങ്ക് കൂടെ സ്ഥാപിക്കുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ 1003 വാട്ടർ ടാങ്കാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.